കിച്ചു കിച്ചു അമ്മയാണോ? കുറെ ആൾക്കാർക്ക് ഡാനി പൈസ മേടിച്ചോ എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഞാൻ ആലോചിക്കാം, നാണോ മാനോ ഒന്നുമില്ല ഇങ്ങനെ വന്നിട്ടിരുന്നു പറയാൻ. അയ്യോ എടാ, രേണു സുധിയുടെ വിഷയത്തിലാണ് നിങ്ങളെല്ലാവരും കാണുന്നതാണ്. ഞാൻ എത്ര മാത്രമാണ് അവരെക്കുറിച്ച് പറയുന്നത്, എത്ര മാത്രം. അവരെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ പറയുന്ന അതുലിനെയും എന്നെയോ ഒക്കെ ആയിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ ആ പൈസയുടെ കാര്യങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന ഫേസ്ബുക്കിലും ഈ വയ്യാത്ത കൊണ്ടാണ് ലോങ് വീഡിയോ ഞാൻ കൂടുതൽ ചെയ്യാത്തത്. പിന്നെ എൻ്റെ ഒരു കണ്ണ് കണ്ടില്ല, ഇവിടെ എല്ലാം നീര അല്ലേ, കാണുന്നവർക്ക് വേണമെങ്കിൽ മനസ്സിലാവും, എല്ലാം നീര. റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എനിക്ക്. എനിക്ക് അനങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ അങ്ങ് പിടിക്കാമെന്ന് കരുതി. എന്തായാലും ഇത് ലോങ് വീഡിയോ ആണ്, ഇത് എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഓക്കെ, എന്തായാലും കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക, അല്ലാത്തവർക്ക് പോവാം. എന്തായാലും ഡ്യൂറേഷൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ എത്ര പേര് കാണും എന്നുള്ളത് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ എൻ്റെ ചില വീഡിയോയ്ക്ക് അതെല്ലാം പറയുന്നുണ്ട്, അപ്പോൾ ബില്ലും അത് അവിടെ നിന്ന് ഇവിടുന്ന് ഒരു മൂലയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു. ചില കാര്യങ്ങൾ മൂലയ്ക്കിട്ട് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പോകുന്നതാണ്. കാര്യങ്ങൾ മൊത്തം അറിയാം, പക്ഷെ ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചാനലിലും അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രേണുവിൻ്റെ വിഷയത്തിൽ ഞാൻ ഇൻസ്റ്റയായിട്ട് ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. എന്റെ മനുഷ്യരെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ രേണു സുധിയെ എപ്പോഴും വിമർശിക്കുന്ന ഒരാളാണ്. എനിക്കൊന്നും ഒരു വീഡിയോ പോലും ഞാൻ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിനകത്ത് കുറച്ച് വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അവരുടെ പെർഫോമൻസിന്റെയും പിന്നെ കുറച്ചതിനകത്ത് നല്ല കാര്യങ്ങളും. ഈ ഒരു വീഡിയോയിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതിനു മുമ്പ് ഇപ്പം ഒരു ഇൻട്രോ ആയിട്ട് ഞാനത് വെച്ചെന്നുള്ളൂ. കിച്ചുവിന്റെ സാധനം നമുക്ക് കണ്ടിട്ട് വരാം. കിച്ചുവിന്റെ ഇച്ചിരി ഓടിച്ചോളാം, ടൂണുള്ളതാണ്. ഈ പറയുന്ന കിച്ചു പിന്നെ രമ്യ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡും. ആ പറയുന്ന പോർഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആംബുലൻസിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചതിന്റെ കാര്യമാണ് അവൻ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിന് കൊടുക്കുന്ന മറുപടി. പിന്നെ വിവേക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. ഇവർ 3 പേരും ആഹാരം കഴിക്കാതെ വെളി മാറി നിൽക്കുകയായിരുന്നു. പിന്നെ അച്ഛന്മാര് അവരാണ് ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ സുധികാരാണ്, ഇത് സുധി ഒന്നത് ഹിന്ദുവാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ കയറിയാണ്. പക്ഷെ ഇവന് ഈ ഒരു കാര്യം പലപ്പോൾ പണി കിട്ടിയത് രേണു സുധിക്കാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ. ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ, കിച്ചുവിന്റെ ഭാഗത്ത് ചെറിയൊരു തെറ്റെന്നല്ല, ഈ വീഡിയോ പറയുമ്പോൾ മൊത്തമായിട്ട് അവൻ പറഞ്ഞിട്ടില്ല. അത് രേണു പറയുന്നു കേൾക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, രേണുവിന്റെ ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടില്ലേ, ആ തിരിഞ്ഞും പറഞ്ഞു. ഒന്നാമത് ഷോർട്ട് വീഡിയോ 3 മിനിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഷഫീന ബീബിയുടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അടുത്ത് പറയാതെ ഓടിച്ചിട്ടങ്ങ് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. ഞാൻ പൈസ മേടിച്ചു, കോപ്പ് മേടിച്ചു ഞാനും ഇങ്ങോട്ട് വരരുത്. ഞാൻ പറയുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതായത് 2026 മാർച്ച് 24, മാർച്ച് 20, 18, 17, 14, 5 ഈ ദിവസങ്ങളിലെല്ലാം രേണു സുധി പറയുന്ന കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസയുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. അവർ ട്രാൻസ്ഫർ ചെയ്തതാണ് ഇത്. ഇതെല്ലാം മേടിച്ചിട്ടാണ് അവൻ ഇപ്പൊ ഈ മാതി വർത്താനം പറയുന്നത്. ഞാൻ ഇച്ചിരി കുറച്ച് വിമർശിച്ച് സംസാരിച്ചിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമമാണ്. പക്ഷെ എല്ലാ കാര്യവും കൂടെ ഒരാളെ തലയിട്ട് കൊടുക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. എന്റെ ശത്രുവാണെങ്കിൽ പോലും ശത്രുവിന്റെ കൂടെ നിന്ന് ഉണ്ടാക്കുന്നവരെ എനിക്ക് ഒരു കാലത്തും കണ്ടുകൂടാ. ഈ കൂടെ നമ്മുടെ ഒട്ട് നിന്ന് നമ്മളെ കരിക്കുന്ന പോലെ നമ്മുടെ ശത്രുക്കളുടെ അടുത്ത് പോലും ആ ഗതി ഉണ്ടാകും. ഓക്കെ, ഞാൻ ഈ പൈസയുടെ കാര്യം സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ഷഫീന ബീബിയുടെ ഒരു ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കിച്ചുവിന് വേണ്ടി പൈസ നമ്മളെ നാട്ടുകാർ കൊടുക്കണമെന്ന് പറഞ്ഞ് ബാങ്ക് ഡീറ്റെയിൽ കൊടുത്ത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഈ രേണു സുധി 1 രൂപ പോലും കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ഷഫീന എന്തെങ്കിലുമൊക്കെ കാട്ടട്ടെ, അതവിടെ നിൽക്കട്ടെ, ന്യായം ഉണ്ടെന്ന് പറയാം. ഇവൻ ചോദിക്കുമ്പോൾ 200, 300, 700 ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചോദിക്കുന്ന പൈസയെ അവരിട്ട് കൊടുക്കത്തുള്ളൂ. ഇവൻ ചോദിക്കുന്ന പൈസ മാത്രമേ അവൻ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഒരമ്മ കൊടുക്കേണ്ട പൈസയാണെന്നൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ 3.5 ലക്ഷത്തോളം 4 ലക്ഷത്തോളം കൊടുത്ത കഥകളാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, രണ്ടാമത്തെ വീഡിയോയിൽ ആഡ് ചെയ്തത്. ഇത് ആഡ് ചെയ്യാത്തതുകൊണ്ട് 8 ലക്ഷം 9 ലക്ഷം എൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് അറിയാം, 9 ലക്ഷത്തോളം വ്യൂസ് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഡാനിയുടെ നിലപാട് ശരിയല്ല, അങ്ങനെയാണ് കിച്ചുവിനെ പറഞ്ഞ്. ഇപ്പോൾ കിച്ചു ആണല്ലോ ട്രെൻഡിങ്, കിച്ചുവിനെ ആൾക്കാർ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവൻ്റെ വീഡിയോയ്ക്കകത്ത് അവൻ കഞ്ചാവ് അടിക്കുന്ന പറയുകയൊക്കെ ചെയ്തു. ഇതിന് മുമ്പ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു എന്നെ, അതുലിനെയൊക്കെ. പിന്നെ അതുലിനെ മോശമായിട്ട് പറഞ്ഞ സമയത്ത് ഇതിലെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇവനും കണക്കാ. ഞങ്ങളെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പം നമ്മളെ തിരിച്ച് കുറ്റം പറയുന്നത്. എന്താ ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് പറയുന്നത് ഷഫീനയാണ് ശരി, നിങ്ങൾക്കൊക്കെ നിലപാടില്ലെന്ന്.
ഞങ്ങളുടെ നിലപാടിൻ്റെയും കാര്യങ്ങളൊന്നും ഇവിടെ ആരും പറയാനൊന്നും വേണ്ട. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കിച്ചുൻ്റെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ എൻ്റെ കിടപ്പുണ്ട്, ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? കണ്ടുകാർക്കും അറിയാം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പം മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഷഫീന ഇടപെട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽ എടുത്തിട്ട് ഞാൻ ഒരിക്കലും ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ, പക്ഷേ എനിക്ക് താല്പര്യമില്ല. ഒരു കേസ് കേട്ടില്ല. 21-22 വയസ്സായി, യൂട്യൂബ് ഇട്ട് അവനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവൻ എങ്ങനെ പോയാലും ഒരു മാസം അവൻ വിചാരിച്ച ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അവൻ അതുപോലും ചെയ്യുന്നില്ല. അവൻ കോളേജിൽ പോകുന്നില്ല. നമുക്ക് പഠിത്തം നിർത്തിയെന്ന് അവരൊക്കെ ചെയ്യുന്നത്. ഇന്നലെ ഷഫീനയുടെ ഒരു വീഡിയോയ്ക്ക് അത് അമ്മ വ്യഭിചരിച്ചു കൊണ്ടുവരുന്ന പൈസ വേണോ അതോ ഈ ജനങ്ങളുടെ പൈസ വേണോ, ആ രീതിയിൽ എന്തോ ഒരു സംസാരം വെച്ചിട്ട് ആ രീതി ചെയ്തത്. എന്നിട്ട് അവൻ്റെ ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് ഒട്ടും അതിന് യോജിപ്പില്ല. അവർ പൈസ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യങ്ങൾ. ഇപ്പം ഇവരെന്താ അവർക്കെതിരെ തിരിഞ്ഞതിൻ്റെ കാരണങ്ങളൊന്നും എനിക്കറിയില്ല. രേണുവിനെ അടിക്കാൻ കിട്ടി, നമ്മൾ ഇനി അടിക്കും, അത് വേറെ കാര്യങ്ങൾ. നമുക്ക് വേണമെങ്കിൽ പോയി തരിക എന്ന് വെച്ച് ഇവൻ എൻ്റെ ഇടയ്ക്കൂടെ നല്ല പിള്ള ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുഞ്ഞിലെ കുറച്ച് കാര്യങ്ങൾ അവനുണ്ടായിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സമയമാകുമ്പോൾ അങ്ങ് പുറത്ത് വരുമ്പോൾ എല്ലാവരും അത് അറിഞ്ഞാൽ മതി. കാരണം എൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് അതുലിനും അറിയാം, അതുലിന് നല്ല രീതിയിൽ അറിയാം. വേറെ ആരും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊക്കെ വെച്ചിട്ട് അതിപ്പം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല ആ ഒരു കേസ് കേട്ട്. അതുകൊണ്ട് ഇവനെ വന്നിട്ട് എല്ലാവരും വെളുപ്പിക്കുന്ന കാണുന്നതിന് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ ഇവൻ വന്നിട്ടൊരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. ഞാനത് കണ്ടില്ലായിരുന്നു, എനിക്ക് അങ്ങനെ കുറേ കോൾസ് വന്നപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞ് മാറ്റിച്ചെന്നുള്ള എന്തോ ഷഫീനെ എടുത്ത് ബാങ്ക് ഡീറ്റെയിൽ. ഇവനറിയാതെ എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവരെ കിട്ടി, ഒരു പിടുത്തമില്ല. പിന്നെ അവൻ കൊടുത്തിട്ട് ഇമാതിരി വർത്തമാനം പറയുന്നതാണോന്ന് അറിയാൻ വയ്യ. പിന്നെ കൊടുക്കുന്നത് പറ്റിയ ആളുടെ അതിലാണ് കൊടുക്കുന്നത്, അതതിനേക്കാളും കോമഡി. പിന്നെ വേറൊരു കമൻറ്റ്, ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അമ്മയായിട്ടുള്ളൊരു കോണ്ടാക്റ്റും ഇല്ല. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആംബുലൻസിനകത്ത് രേണുസതി ഉണ്ടാകുന്നുള്ള രീതിയിലുള്ള ചർച്ച ആവശ്യം അവർ ഇല്ലെന്നാണ് അവൻ പറയുന്നത്. ഒരു കോണ്ടാക്റ്റ് എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പൈസ ചോദിക്കാൻ മാത്രമാണ് ഒരു കോണ്ടാക്റ്റ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ല വീഡിയോ കോൾ ചെയ്യും, അതും ആരെങ്കിലും ഒക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പോൾ തരാടാ. അത് നമ്മൾ രേണുവിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഈ ടാറ്റു ഉണ്ടാക്കാനും അതുകൂടാൻ എനിക്കൊരു വീഡിയോ വെച്ചു തരാം. ഞാൻ ഇന്നലെ ചോദിച്ചവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഇപ്പോഴാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് കുറേ ആൾക്കാർ വന്നിട്ട് അവൻ പൈസ മേടിച്ചിട്ടാണ് കിച്ചുവിനെതിരെ ഇത് ചെയ്യുന്നത്. ഇവളെ എനിക്ക് എത്ര തരും? കുറേ എണ്ണ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, നാണം കെട്ട വർഗ്ഗങ്ങൾ. എനിക്ക് ഒട്ടും യോജിപ്പില്ല. ആ കൊച്ചന് 10-21 വയസ്സുണ്ടാവില്ലേ, അവൻ്റെ തന്തയെന്ന് പറഞ്ഞ ശ്രുതി ഉണ്ടല്ലോ, ആവുന്ന കാലത്ത് ഉണ്ടാക്കിയിടാതെ ഉള്ള പെണ്ണിനും അവിടെ ഇവിടെയും എന്താ പറയണ്ടേ, സ്വന്തം പാസ്പോർട്ട് പോലും കൊണ്ട് പണയം വെച്ചതാണ് ഹോട്ടലില്ല. അത്രയ്ക്കൊരു നാറിയ. ഞാൻ ഉള്ള കാര്യം പറയില്ല, ശ്രുതിയെക്കുറിച്ച് തന്നെ ഞാനീ പറയുന്നത്. ഒരു നാറി. മരിച്ചു കഴിഞ്ഞപ്പോൾ മാത്രം ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ഈ ശ്രുതി. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ക്ഷമയുന്നില്ല, ഇനി പറഞ്ഞാൽ കൂടിപ്പോൾ. ഇപ്പോൾ കുറേ എണ്ണം വന്നിട്ട് നമ്മളെ മെഴുകുന്നുണ്ട്. നിൽക്കും. എന്നാൽ അതിൽ പറഞ്ഞത് ഞാനൊന്ന് വെച്ച് തരാം. അണ്ണാച്ചിവലിട്ടിരിക്കേണ്ട അവസ്ഥ വരും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇവിടെ കുറച്ച് വിഷയങ്ങൾ ഇപ്പൊ കിച്ചുവിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. കിച്ചുവിന്റെ പേരിൽ കിച്ചു പോലും അറിയാണ്ട്, അവന്റെ പോലും സമ്മതമില്ലാണ്ട് അവന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊണ്ടുപോയി പ്രചരിപ്പിക്കുന്നു. കിച്ചുവിന് മാസീവ് സപ്പോർട്ടിനായിട്ട് ഇറങ്ങുന്നു. എന്തോന്നിടെ പ്രകസനങ്ങള്. എനിക്ക് അവിടെ എന്തോ നല്ലപോലെ ചീഞ്ഞ് നാറുന്നുണ്ട്. കിച്ചുവിന്റെ റൈറ്റ്സ് പോലും ഇല്ലാണ്ട്, അല്ലെങ്കിൽ കിച്ചുവിന്റെ അടുത്ത് പോലും ചോദിക്കാറുണ്ട്. അവന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഒരാളെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റീവ് ആയിട്ടില്ല. ഷഫീനെ കുറിച്ച് തന്നെ അവൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം, നെക്സോബിൻ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നുള്ളൂ, സജിന ശ്രീതു വിഷയങ്ങളൊക്കെ. ആ പയ്യന്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു 2-3 ആൾക്കാർ, യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഡാനിയും അതുലും ആണെന്നാണ് ഈ ശ്രീതുവിൻ്റെ അടുത്തും ഈ സജിനയുടെ അടുത്തും ഈ ഷഫീന പറഞ്ഞു കൊടുത്തത്. ഓൾറെഡി ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണ്. അതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പും കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അറിയാമല്ലോ, നൈസായിട്ട്. അവിടെ ഇവർക്ക് കോണ്ടന്റും ക്രെഡിറ്റും മാത്രം മതി ഈ തള്ളയ്ക്ക്. അവിടെയും കുറെ കളിച്ചു. പറഞ്ഞു മനസ്സിലായോ?
സത്യം പറഞ്ഞാൽ ഷഫീനയുടെ ഒരു കാര്യത്തിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ച പൈസയുടെ കേസ് കേട്ടാണെങ്കിലും ബാങ്ക് ഡീറ്റെയിലിൻ്റെ ഒക്കെ അത് ആൾക്കാർക്ക് വേറെ സെൻസില്ല. ഡാനി ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ആരാണ്ടൊക്കെ അവരുടെ ചാനലിൽ വോയിസ് ഒക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് ഡാനിയുടെ സ്റ്റാൻഡിൻ്റെ ഒക്കെ അതൊക്കെ കേൾപ്പിച്ചിട്ട് ചേച്ചി ഒലിവിയ വിഷയത്തിൽ അങ്ങ് പുണ്യാളത്തിയായി. ആ കേസ് ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നീതി മേടിച്ചു കൊടുത്തോ? ഏതെങ്കിലും പിള്ളേർക്ക് 10 പൈസ ഉണ്ടാക്കി കൊടുത്തോ? അതിനുവേണ്ടി അവിടെ ചെന്ന് പറഞ്ഞ് സംസാരിച്ച് സെറ്റിലാക്കി. എന്നിട്ട് നിങ്ങളാണ് അവിടെ വിടാഞ്ഞ പിള്ളേരെ. എന്നിട്ട് ഇപ്പോഴും ആ പിള്ളേർക്ക് പൈസ കിട്ടിയോ? ഇല്ല. പിന്നെ ചിഞ്ചു വിഷയം, DJ കുട്ടൻ ബിഗ് ബോസിലെ, അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ചിഞ്ചുവിന് ഡിവോഴ്സ് മേടിച്ചു കൊടുത്ത കഥ മേടിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കല്യാണം വരുന്ന സമയത്തിട്ട് കല്യാണം, അതായത് ചിഞ്ചുവിൻ്റെ ആദ്യ ഹസ്ബൻഡ് ബിഗ് ബോസിലൊക്കെ വന്ന DJ കുട്ടൻ എന്ന് ഞാൻ അവനെ വിളിക്കുന്നത്, അയാളുടെ ഒരു ഇൻ്റർവ്യൂ വന്ന് അയാളെ അങ്ങ് വെളുപ്പിച്ച് നോക്കുമ്പം ഷഫീന വന്നിട്ട് അവനെ അങ്ങ് പുകഴ്ത്തി അങ്ങ് അടിക്കുന്നു. എന്നിട്ട് ചിഞ്ചുവിനെ വെറും മോശക്കാരിയാക്കുന്ന രീതിയിലാണ്. മറന്നിട്ടില്ല ചേച്ചി നിങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ ഓരോന്ന്. എൻ്റെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഡീറ്റെയിൽ. എനിക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. നാട്ടൊക്കെ ഇവിടെ കേസ് കിട്ട് ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ എന്തിനാ വെറുതെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ലൂപ്പിൽ പെട്ടതല്ല നിങ്ങൾ. ഓക്കെ, അങ്ങനെ ഓരോ വിഷയങ്ങളെയും നിങ്ങൾ ആരൊക്കെ കൂടെ നിന്നിട്ടുണ്ടോ നിങ്ങൾ കാലുവാരും. ഇവിടെ രേണുവിൻ്റെ വിഷയത്തിൽ അതുലിന് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും വന്നപ്പം അവിടെ കയറി പറ്റാൻ നോക്കി. മോനെ ഹെൽപ്പ് വന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ നേരത്തെ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് അന്ന് ഞാൻ ഇവനും കൂടെ സ്റ്റേഷനിൽ നിന്ന് പറയും പണി വരും ഉറപ്പാടാ. പിന്നെ അതുലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചേച്ചിയോട് പറയണേ, സ്ട്രൈക്കല്ല നമ്മളോട് പറയണേ. അപ്പോൾ ഇവരങ്ങ് മനസ്സങ്ങലിരുന്നു. ഞാൻ എപ്പോഴും അവനോട് പറഞ്ഞു സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇപ്പം അവനെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ട് അതുല് പറഞ്ഞാൽ എതിർത്ത് പറയുന്നില്ല? ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ ഇത് ചെയ്യുന്നില്ല വലുതായിട്ട്? ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവർ പേര് പറയാൻ എന്തെങ്കിലും കാണിക്കും. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഞാൻ അതാ ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അതുലിൻ്റെ ഒറ്റ വീഡിയോ മതി ക്രെഡിബിലിറ്റി പോകാൻ. ഒറ്റ വീഡിയോ തെളിവ് സഹിതം ഇരുന്നാൽ വേണ്ടി. ഉള്ള കാര്യം പറയാം, ഞങ്ങളുടെ കയ്യിലൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളൊന്നും മിണ്ടാത്തതാണ്. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ പറയാം, വെറുതെ ഇരിക്കുന്ന നമ്മളെ പിടിച്ചിടരുത്. പിന്നെ ആ കൊച്ചൻ്റെ ബാങ്ക് ഡീറ്റെയിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരുമാതിരി അവൻ്റെ തന്ത ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, തള്ളയും എല്ലാവരും പണ്ട്. അവനും കൂടെ ആ ഒരു കുഴിയിലോട്ട് കൊണ്ടിട്ട് വിടുക. ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. പിന്നെ ഈ ജാസി എന്നും പറഞ്ഞിട്ട് കുറെ ഐറ്റങ്ങൾ വരുന്നുണ്ട്. അയ്യോ അമ്മച്ചി. ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. സുരേഷിന്റെ മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണം ആദ്യത്തെ മോനാണ് കിച്ചു. അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു രേണു ഒരു മൂന്നരമ്മ ഒരു മോനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇവൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തുടങ്ങിയതാണ്. ഇവൻ ഇങ്ങനത്തെ നടക്കുന്ന ടൈപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 10-15 ദിവസം അവിടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചാണ് ഈ ജാസി. അവൻ വന്നിട്ടാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത്. അടുത്ത വീഡിയോ വെച്ച് തരാം. എന്തൊക്കെ മെന്റൽ ഡ്രോമ ആണെങ്കിൽ മാസം ഫ്രണ്ട് എന്ന രീതിയിൽ ഫ്രണ്ട്സിനോട് പറയാലോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പറയാലോ, അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളോട് പറയാലോ. അവൻ തന്നെ പറയുന്നുണ്ട് രേണുവിന്റെ കല്യാണ സമയത്ത് ആ ഭയങ്കര രസമായിരുന്നു ആ ജീവിതം. പിന്നെ എവിടെയാണ് ആ ജീവിതം താളം തെറ്റിയത്? ആ സമയത്ത് ഓരോരുത്തരുടെ ജീവിതമൊക്കെ ഇട്ട് തട്ടിക്കളിച്ച് ഈ പറഞ്ഞ ഇവിടെ അവൻ്റെ കാമുകൻ്റെ അമ്മയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അമ്മയെ തെറി വിളിക്കുന്നത് ഓടിക്കുന്നതൊക്കെ. ആദ്യമൊക്കെ നീയൊക്കെ സ്വയം ഒന്നും നന്നാവാൻ നോക്കും. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് പക്കയാണ് ആള്, നീറ്റ് ആൻഡ് ക്ലീനാണ്. പക്ഷെ സ്വഭാവവും ഇവരൊക്കെ ഇടും. ഓക്കെ, ഞാനിതെല്ലാം ഓടിച്ചിട്ട് പറയാണ്. എന്നെ ഇനി പുണ്യാളനാക്കാനോ നല്ലവനായി ഉണ്ണിയാക്കാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ. വേണ്ടവർ വിശ്വസിച്ചാൽ മതി, നിൽക്കുന്നവർക്ക് നിൽക്കാം. ഈ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിന്നു, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വെച്ചതാണ്. ഇനി മുതൽ ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി മര്യാദയ്ക്ക് വീഡിയോ ചെയ്തോളാം. കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയേക്കാം. നേരത്തെ എഴുതി ഇട്ടിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകും. ഇനി എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ വിട്ടുപോയത്. ഓക്കെ, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മാത്രം മതി. ഇവരൊന്നും എന്താ പറയുക, ബൈ, ലവ് യു ഉള്ളൂ.